വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അടങ്ങുന്ന നേതാക്കളും ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി പിണ്ടിമന പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ പ്രിൻസ് ജോൺ. മയക്കുവെടി വയ്ക്കുമെന്ന ഉറപ്പ് നൽകിയെങ്കിലും അതുണ്ടായില്ല. പകരം ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും നീക്കം ചെയ്തു. ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും 1-ാം വാർഡ് മെമ്പർ പ്രിൻസ് ജോൺ ആരോപിച്ചു. മന്ത്രി മയക്കുപിടി വെച്ച് അടിയന്തരമായിട്ട് ഈ ആനയെ മാറ്റണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തു എന്നുള്ള നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെതായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രദേശത്തെ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങനെ ഒരു സംഭവം സംഭവിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അടക്കമുള്ളവരൊക്കെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയും എന്നാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇവർ മനഃപൂർവ്വം ജനങ്ങളെ പറ്റിച്ചു. ഉദ്യോഗസ്ഥരും ഈ ഭരണവിഭാഗത്തിൽപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും MLAയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു, വഞ്ചിച്ചു എന്നുള്ള നിലയാണ്. ഒരു 3 മണി സമയമായപ്പോഴേക്കും ഈ ആനയെ തന്ത്രപരമായി കാട്ടിലേക്ക് തുരത്തി ഓടിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ആളുകളുടെ മുമ്പിൽ ഇവർ പറഞ്ഞത് ഇതിനെ മയക്കുവെടി വെച്ച് മാറ്റും എന്നുള്ളതാണ്. അത് മയക്കുവെടി വെച്ച് മാറ്റാനായിട്ട് ചില സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് മയക്ക് കൊടുത്തിട്ട് കോളർ പിടിപ്പിച്ച് ഇതിന് ഈ ആനയെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതാണ്. എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ മനഃപൂർവ്വം പറ്റിക്കുകയും വഞ്ചിക്കുകയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ കോതമംഗലത്തിൻ്റെ MLAയും ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഈ പ്രദേശത്തെ ആളുകളെയും വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ആവശ്യം ഉന്നയിച്ച എന്നെയും അടക്കമുള്ളവരെ അവർ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം നിലപാടുകൾ തീർത്തും നിഷേധാത്മകമാണ്. നമുക്ക് അറിയാം.